സന്തോഷ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു യാത്രയിലാണ്. നമ്മളിന്നൊരു മൂന്നാർ യാത്രയിലാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ 3-4 പേരുണ്ട്. നമ്മുടെ മാമനൊക്കെ ഉണ്ട്. മാമൻ്റെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളും മൂന്നാർ കാഴ്ചകളും നമുക്ക് പോകും വഴിക്ക് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കുറേ നേരമായി ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇറങ്ങിയത് ഓറഞ്ച് വാങ്ങിക്കാൻ ഇറങ്ങി. ഇവിടെ നല്ല ഓറഞ്ച് കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. നമ്മുടെ കൂടെയുള്ളവരതേ നമ്മുടെ ബാക്കിലൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ്? ഇരുമ്പുപാലം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് എന്തോറും എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോണ വഴിക്ക് വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഞാനാണ് വണ്ടി ഓടിക്കുന്ന ആൾ. അപ്പോൾ ബാക്കിയുള്ളവരെ കണ്ടല്ലോ, അവർ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്, 2-3 സാറുമാരാണ്. അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് മൊബൈൽ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഇറങ്ങുമ്പോൾ ഉള്ള വീഡിയോസ് കുറേശ്ശെ എടുത്തെടുത്ത് നമുക്ക് ഇടാം. അപ്പോൾ ഇത് ഞങ്ങൾ വീണ്ടും പോവാണ്. അവിടെ ഇപ്പോൾ എത്തുന്നറിയില്ല. അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ മക്കളെ നമുക്കിനി 59 കിലോമീറ്ററും കൂടി ഉണ്ട് വട്ടവട. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിക്കാണ്. ഫുഡ് കഴിക്കാൻ നമ്മളോട് ഒരു കുടുംബശ്രീയുടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അപ്പോൾ കുടുംബശ്രീയുടെ ഹോട്ടലിൽ കയറിക്കാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ കയറാണ്. സമയം ഇപ്പോൾ 1 മണി. 1:30 സമയമായി. നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ ഒരു കുടുംബശ്രീയുടെ കടയിലാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറണേ. ചെറിയൊരു ഹോട്ടൽ, കുടുംബശ്രീ. ഇപ്പോൾ മൂന്നാർക്ക് പോകുന്ന വഴി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടലാണിത്. കുടുംബശ്രീയുടെ ഹോട്ടലാണ്. നല്ല ഫുഡാണ്, നല്ല വൃത്തിയും വെടുപ്പുണ്ട്, പിന്നെ മിതമായ റേറ്റുള്ളൂ. പിന്നെ ആ ചേച്ചിമാർ തന്നെയാണ് നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ട് തരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ മൂന്നാർ പോകുന്ന വഴി ഇതുപോലുള്ള കുടുംബശ്രീ പ്രവർത്തകരുടെ ഹോട്ടൽ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അവിടെ കയറാം. നമുക്ക് നല്ല ഫുഡ് കഴിക്കാം. നമ്മുടെ വയറ് കേടാവാത്ത രീതിയിലുള്ള നല്ല ഫുഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. നമസ്കാരം ഉണ്ട്. നമ്മളിപ്പോൾ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ എത്തി. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ നമ്മൾ ഇപ്പോൾ 2:30 രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ കേട്ടോ. എന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട്. പിന്നെ എന്താ വെച്ചാൽ വഴി റോഡ് പണിയൊക്കെ നടക്കണ കാരണം കൊണ്ട് വഴി നമുക്ക് തിരക്ക് പിടിച്ച് പറയാൻ പറ്റില്ല, പതുക്കെ പറയാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ എത്തി നിൽക്കുകയാണ്. ഇനി നമുക്ക് വട്ടവടയാണ്. വട്ടവട നമുക്ക് ഇനി ഒരു 40 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ ഒരു 1.5 മണിക്കൂറാണ് നമുക്ക് സമയം പറയണേ. അപ്പോൾ നമുക്കിനി 1.5 മണിക്കൂർ കൊണ്ട് എത്തോ അതോ അതിന് മുമ്പ് എത്തോ എന്നറിയില്ല, ഇങ്ങനെയാണെന്നറിയില്ല. ഈ കാണുന്നതാണ് മാട്ടുപ്പെട്ടി എസ്റ്റേറ്റ്. പുതിയ എന്തോ പ്ലാന്റുകളൊക്കെ അവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. മൂന്നാർ ടൗണിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയാണ് മാട്ടുപ്പെട്ടി. 1700 മീറ്റർ ഉയരത്തിലുള്ള മാട്ടുപ്പെട്ടിയിൽ പഴയ അണക്കെട്ടും വലിയ ജലാശയമുണ്ട്. ഈ തടാകത്തിൽ ബോട്ടിങ്ങും സൗകര്യങ്ങളുമുണ്ട്. ചുറ്റുമുള്ള കുന്നുകളും തോട്ടങ്ങളും ഇവിടെ കാണാൻ കഴിയും. ഇൻഡോസിസ് പദ്ധതി പ്രകാരം നടക്കുന്ന കന്നുകാലി പ്രജനന കേന്ദ്രവും ഇവിടെയാണ്. അപ്പോൾ നമ്മൾ മൂന്നാർ ടോപ്പ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വട്ടവട പോണ റൂട്ടിലിപ്പോൾ കയറിയിരിക്കുകയാണ്. ഇതാ അപ്പോൾ നമ്മൾ കൊട്ടക്കമ്പുല്ലൂർ എത്തണം. ഒരു 14 കിലോമീറ്ററും കൂടി ഉണ്ട്. ഒരു 3 മണിക്ക് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എന്താ അവിടെ ഒരു കോടയൊക്കെ ഇറങ്ങി നല്ല തണുത്ത കാറ്റും ഒരു രക്ഷയില്ല. ഇപ്പൊ സമയം എന്തായി? 3:45 സമയം. 3:45 ആയിട്ടുള്ളൂ. ഇവിടുത്തെ വ്യൂ കൊണ്ടോ എൻ്റെ അമ്മേ, എന്താ നോക്കി, മഴക്കില്ല. നമ്മുടെ സാറുമാരൊക്കെ വേണ്ടത് ഇപ്പൊ ഒരു 18 വയസ്സ് 20 വയസ്സ് അതിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് ദൈവമേ, ഇതാണ് പറയണ വട്ടവട വരണം, വട്ടവട പോണം. എന്താണെന്ന് നോക്കി. വാവ്, എൻ്റെ അമ്മ.
കുറച്ച് സമയം കൂടെ ആ കോടമഞ്ഞും ആ തണുത്ത കാറ്റും ആസ്വദിച്ച് ഞങ്ങൾക്ക് അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അധികം നേരം ഞങ്ങളവിടെ നിൽക്കാൻ സാധിച്ചില്ല. 15-20 കിലോമീറ്റർ ദൂരം ഞങ്ങൾക്ക് ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നു. പിന്നെ ആകെ ഉണ്ടായിരുന്ന ആശ്വാസം, വട്ടവടക്കാണല്ലോ പോകുന്നത്, ഹൈ റേഞ്ച് ആണല്ലോ കയറുന്നത് എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ പോന്നു. എന്തായാലും ഞങ്ങൾക്ക് അധികം ദൂരം പോകേണ്ടി വന്നില്ല. നേരത്തെ കണ്ടതിനേക്കാൾ കൂടുതൽ കോടമഞ്ഞും തണുവും തണുത്ത കാറ്റും ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ കിട്ടി. ദൂരെ നിന്ന് ഈ കോടമഞ്ഞ് കണ്ടപ്പോൾ തന്നെ കൂടെയുള്ള സാർമാർക്കും മറ്റുള്ളവർക്കും വളരെ സന്തോഷം തോന്നി. കാരണം ഈ യാത്രയുടെ സന്തോഷം തോന്നിയത് ഈ കോടമഞ്ഞും ഈ തണുത്ത കാറ്റും കണ്ടപ്പോഴാണ്. എന്തായാലും ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷം തോന്നിയെങ്കിലും ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയില്ല. എന്തായാലും കുറച്ച് ദൂരം കൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇതിലും നല്ലത് കിട്ടും എന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോന്നു. എന്തായാലും ഞങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റിയില്ല. ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടി സൈഡിലാക്കാൻ തീരുമാനിച്ചു. കുറച്ചും കൂടെ ചെന്ന് ടേണിങ് കഴിഞ്ഞ് ചെന്നപ്പോൾ റോഡ് മൊത്തം നല്ല കോടയാണെന്ന് തോന്നി. ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് കോടമഞ്ഞ് ഇറങ്ങി പോകുമ്പോഴാണ് നമുക്ക് ഈ കോടമഞ്ഞ് ആസ്വദിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ചെന്നപ്പോൾ ഞങ്ങൾ വണ്ടി എന്തായാലും ഞങ്ങൾ നിർത്താൻ തീരുമാനിച്ചു. ഞങ്ങളെപ്പോലെ തന്നെ മറ്റുള്ള വണ്ടിക്കാരും അവിടെ നിർത്തി ആ കോടമഞ്ഞ് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഹലോ, അപ്പോൾ വീണ്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എത്തിയിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഇതാ ഇവിടെ ഒരു അപാര കോട എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കോട. അപ്പോൾ നമ്മൾ ആ കോട എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്തപ്പോഴേക്കും കോടയൊക്കെ പോയി. അതൊരു മലയിൽ ഇറങ്ങി പോണ വഴിയാണ്. നമ്മൾ ആ സ്പോട്ടിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കിട്ടും. ഇതാ അപ്പോൾ അവിടെയൊക്കെ ആ മുകളിൽ ആ മലയുടെ അവിടെ കോടയാണ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം. ആ മരങ്ങൾക്കിടയിലൂടെ, ആ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ആ കോട മഞ്ഞിതാ ഇങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കോടയാണ് ആ കയറി വരുന്നത് കേട്ടോ. താഴത്തുനിന്ന് മുകളിലേക്ക് കയറി വരുന്നതായിട്ട് ഇപ്പം ഈ കാണുന്നത്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. അതൊക്കെ കണ്ടോ, തേയിലത്തോട്ടം നോക്കിയേ. ഒമ്മേ തണുത്തിട്ട് ഇപ്പോഴാണ് എനിക്ക് തളവ് വന്നു തുടങ്ങിയതാ. തണുത്തിട്ട് പോയി ഇഷ്ടാ. ആയിക്കോട്ടെ, തളവ്, നല്ല തളവ്. ഓ അതെ, കുറേ ഫാമിലീസ് വന്നിട്ട് ഇതാ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കല് എന്താന്ന് നോക്കിയേ. അതിനിടയ്ക്ക് നമ്മുടെ ചേഞ്ചേട്ടനും ഉണ്ട്. മക്കളെ ഇത് കണ്ട കോട ഫോണ് കണ്ട, അതെ താഴത്ത് കോട ചെയ്യണം ചേച്ചി പോണ കണ്ട. അവരെ നമുക്ക് ഇത്ര കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല കോട. എൻ്റെ പൊന്നേ ഒരു രക്ഷയില്ല. അതിപ്പോ നമുക്ക് റോഡ് കാണാൻ പറ്റുമോ? റോഡ് പ്രശ്നമാവില്ല. നോക്കിയേ, റോഡ് കാണാൻ പറ്റുന്നില്ല. അടുത്തതൊക്കെ നാളെ പോലെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടയാണ് ഇട്ടത്. എൻ്റെ ദൈവമേ, ഇതിപ്പോ നമ്മള് വട്ടവടക്ക് എത്തുമ്പോ എന്താന്ന് അറിയില്ല. നമുക്ക് പോവാം. നമുക്ക് റോഡ് കാണാൻ പറ്റില്ല. നോക്കിയേ, അവിടുത്തെ ഒന്നും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ പണിയാവും. ഞങ്ങൾ റിസോർട്ട് വെച്ചിട്ട് വിളിക്കാറില്ല. കോട അറിയണമെങ്കിൽ അതെ ഫ്രണ്ടിലേക്ക് നോക്കാം. കാരണം എന്ന് വെച്ചാല് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നവരുടെ ഷെയ്ഡൊക്കെ കണ്ടോ, രക്ഷയില്ല. ഇനി നമുക്ക് മൂന്നാറിൻ്റെ കുറച്ച് വിശേഷങ്ങളിലോട്ട് പോകാം. കേരളത്തിലെ തന്നെ പ്രധാന ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് മൂന്നാർ. ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് മൂന്നാർ. 3 ആറുകളായ മുതിരപ്പുഴ, നല്ലതാണി, കുണ്ടള എന്നിവയുടെ സംഗമ സ്ഥാനമാണ് മൂന്നാർ. തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ വേനൽക്കാല സുഖവാസ കേന്ദ്രമായിരുന്നു മൂന്നാർ. വിശാലമായ തേയിലത്തോട്ടങ്ങൾ, മനോഹരമായ ചെറുപട്ടണങ്ങൾ, വളഞ്ഞുയർന്നും താഴ്ന്നു പോകുന്ന പാതകൾ, അവധി ആഘോഷത്തിന് യോജിച്ച സൗകര്യങ്ങൾ എന്നിങ്ങനെ മൂന്നാർ ഇന്ന് ഏറെ ജനകീയ വിനോദസഞ്ചാര കേന്ദ്രമാണ്. പുൽമേടുകളും
ഷോലക്കാടുകളും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി ഒരുക്കുന്നത്. വീഡിയോ കുറച്ച് ലെങ്ത് വീഡിയോ ആണ് എന്നറിയാം. എന്നാലും ഇത് ചെയ്യാൻ കാരണം മൂന്നാർ പോകാത്തവർക്കും ഇതേപോലെ ഉള്ള കോടമഞ്ഞ് റോട്ടിൽ കാണാത്തവർക്കുമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കണ്ടിട്ടുള്ളവർ കാണണമെന്നില്ല, അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. അപ്പോൾ എന്തായാലും മൂന്നാർ പോകാത്തവരും ഈ ഒരു ഭംഗി, മൂന്നാറിൻ്റെ ഭംഗി കാണാത്തവർക്കും ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും ലെങ്തായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ. മൂന്നാറിലേക്ക് ആദ്യമായിട്ട് കാർ ഓടിച്ചു പോകുന്നതിൻ്റെ ചെറിയ ടെൻഷനും എനിക്കുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഇതേപോലുള്ള റോഡ്, ഹൈ റേഞ്ച് റോഡ്, കോട മഞ്ഞ് നിറഞ്ഞ റോഡ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹൈ റേഞ്ചിൽ കാർ ഓടിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷനും ഉണ്ട് കേട്ടോ. എന്താ ഇനി അങ്ങോട്ട് വഴി കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടയാണ് റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആ ടേണിങ്ങിൽ തിരിഞ്ഞ് ചെല്ലുമ്പോൾ നമുക്ക് വഴിയൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല. ലൈറ്റ് ഇട്ടിട്ടാണ് ഇപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്നത്. ഇതാ കണ്ടോ, എതിരെ വരുന്ന വണ്ടി ലൈറ്റ് ഇട്ടാൽ മാത്രമാണ് നമുക്ക് ചെറുതായിട്ട് കാണാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഇതാ കണ്ടോ, എതിരെ വരുന്ന വണ്ടി നമുക്ക് കുറച്ചടുത്ത് എത്തുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതും ലൈറ്റ് ഇട്ടാൽ മാത്രം. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്തിന് എന്തായാലും നമ്മൾ അവിടെ എത്താൻ പോകുന്നില്ല. ഇതുപോലെ കോടമഞ്ഞിൽ എങ്ങനെ വണ്ടി ഓടിച്ചു പോകാനാണ്? 15-20 കിലോമീറ്റർ 1.5 മണിക്കൂറാണ് നമുക്ക് സമയം പറയുന്നത്. നമുക്കാണെങ്കിൽ പതുക്കെ പോകാനേ പറ്റുന്നുള്ളൂ. ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നാർ പോകുന്നത്. അപ്പോൾ ഈ ഒരു കോടമഞ്ഞും ഈ പ്രകൃതിയുടെ ഭംഗിയും നമ്മൾ ഈ വീഡിയോ കാണിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ എന്ത് കാണിക്കാണ്? വെറുതെ അല്ല കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്, അല്ലേ? കുറച്ച് സമയമായിട്ട് നമുക്കിതാ ഈ കോട ഇതേപോലെ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വഴി കുറച്ച് മോശമായ വഴിയിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പതുക്കെ പോകാനേ പറ്റുന്നുള്ളൂ. കാണാലോ, നമുക്ക് റോഡ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല, ലൈറ്റ് ഇട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്.
ഇതാ ഇവിടെ ട്രക്കിങ് പോകുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം അവിടുത്തെ ട്രക്കിങ്ങിൻ്റെ ജീപ്പുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ചെറിയ കടകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു ജംഗ്ഷൻ, കുറച്ച് കടകളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഓട്ടോറിക്ഷയും ജീപ്പുകളും കിടക്കുന്നത് കൊണ്ട് ട്രക്കിങ്ങിന് പോകുന്ന ഒരു സ്ഥലമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും ഞങ്ങളവിടെ നിർത്തിയില്ല. ഞങ്ങൾ അവിടെ നിന്നും ഞങ്ങൾ പോന്നു. എന്ത് മനോഹരമാണെന്ന് നോക്കൂല്ലേ മൂന്നാറിൽ നിന്ന് വട്ടവട പോകുന്ന വഴി. ഇതൊക്കെ കാണാതെ നമ്മൾ വീട്ടിനുള്ളിൽ ഈ TV സീരിയലും ഈ മൊബൈലും നോക്കിയിരുന്നിട്ട് എന്താ കാര്യം? യാത്രകൾ ചെയ്യൂ. നമ്മുടെ മനസ്സിൻ്റെ ഡിപ്രഷൻ, ടെൻഷൻ, നമ്മുടെ പ്രഷർ ഇതൊക്കെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ പോകണം, ഇതൊക്കെ കാണണം. ഞാനും ഇതേപോലെ യാത്ര ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഞാനും ഇതേപോലുള്ള യാത്രകൾ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ 2 തവണയാണ് മൂന്നാർ പോയിട്ടുള്ളൂ. ഈ ട്രിപ്പും കൂടെ കൂട്ടി 3-ാം തവണ. അപ്പോൾ ഇനി എന്തൊക്കെ നമ്മൾ ഈ ലോകത്ത് കാണാൻ കിടക്കുന്നു ഗൈസ്.
അങ്ങനെ കുറേ സഞ്ചരിച്ചതിന് ശേഷം ഞങ്ങളിതാ കുറേ ആളുകളും കുറച്ച് വണ്ടികളും ഉള്ളൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനാണെന്ന് തോന്നുന്നു. കുറേ വണ്ടികളൊക്കെ സൈഡിൽ നിർത്തിയിട്ടിട്ടുണ്ട്. കുറേ ആളുകൾ ആ പ്രകൃതിയുടെ ആ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി താഴെ വണ്ടി ഒതുക്കി നടന്നു പോകുന്നു. ഇതാ ഇവിടെ സൈഡിലൊക്കെ കുറേ വണ്ടികൾ നിർത്തി ഇട്ടിരിക്കുന്നു, കുറേ ടൂറിസ്റ്റ് ബസ്സുകൾ. എന്തായാലും ഞങ്ങൾ പോകുന്ന വഴി നല്ല തിരക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനിയും മുമ്പോട്ട് കോടമഞ്ഞ് തന്നെ. റോഡുകളൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് ഈ യാത്ര. വഴി കുറച്ച് മോശമാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ പോവുകയാണ്. സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ട കോടമഞ്ഞ് ഇപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ റോഡ് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. വണ്ടികളും കുറവായി തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ആ വണ്ടികളൊക്കെ കുറച്ച് നിർത്തുന്നുണ്ട്. ആ ഒരു ചെക്ക് പോസ്റ്റ് ആണ് ഇപ്പോൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ ആണോ പോലീസിൻ്റെ ആണോ എന്നറിയില്ല. ഒരു ചെക്ക് പോസ്റ്റ് എന്തായാലും ഇവിടെ കാണുന്നുണ്ട്.
അവിടെ നിർത്തി വണ്ടികളെല്ലാം അവിടെ പോയി നമ്പർ എന്തോ നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് എന്തോ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും നമുക്കും പോയി അപ്പോൾ എന്തായാലും അവിടെ കൊടുക്കേണ്ടി വരും. നമ്മളോട് വണ്ടി സൈഡിലാക്കാൻ അവർ പറയുന്നുണ്ട്. ട്രൈബൽ വിൽ എന്നാണ് അവിടെ മുകളിലെ ബോർഡിൽ എന്തോ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നമ്പർ പോയി പറയേണ്ടതുണ്ട്. നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളിതേ പോയിട്ട് നമ്മൾ റിവേഴ്സ് വന്ന് വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിടുകയാണ്. കാരണം മറ്റു വണ്ടികൾക്ക് തടസ്സം ഉണ്ടാക്കാത്ത രീതിയിൽ വേണമല്ലോ നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്പർ പോയി പറഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മളവിടെ കൊടുത്ത ഡീറ്റെയിൽ എന്ന് പറയുന്നത് നമ്മൾ എവിടേക്കാണ് പോണേ, നമ്മൾ എത്ര പേരുണ്ട്, വണ്ടി നമ്പർ, എവിടെ നിന്നാണ് വരുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിലുകളാണ് നമ്മളവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഓഫീസർമാർക്ക് ഞങ്ങളുടെ വിവരങ്ങൾ നൽകിയതിന് ശേഷം ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. എന്തായാലും ഓഫീസർമാർ നമുക്ക് തന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് 5 കിലോമീറ്റർ ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ വണ്ടി നിർത്താൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ, അതേപോലെ പ്ലാസ്റ്റിക് സാധനങ്ങൾ അതൊന്നും അവിടെ ഇനിയുള്ള 5 കിലോമീറ്റർ ഭാഗങ്ങളിൽ ഇടാനും പാടില്ല എന്നുള്ള നിർദ്ദേശം ലഭിച്ചു. നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങി. ഓഫീസർമാർ തന്ന നിർദ്ദേശം അനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വൈൽഡ് ആനിമൽസിനെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്തിട്ട് നമുക്ക് ഇതുവരെ ഒരു വൈൽഡ് ആനിമലിനെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ യാത്രയിൽ വൈൽഡ് ആനിമൽസിനെ ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാ യാത്രക്കാരും ഓഫീസർമാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്നവരും ഓഫീസർമാരുടെ നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് പാലിച്ച് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. എന്തായാലും ഓഫീസർമാർ പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ കുറച്ചും കൂടെ പോന്നു. നമുക്ക് ഇതുവരെയും ഒരു വൈൽഡ് ആനിമലിനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഗൈസ് നമ്മൾ കണ്ടു ഗൈസ്, ഇതാ ഒരു വൈൽഡ് ആനിമൽ, ഇതാ ഒരു അടിപൊളി വൈൽഡ് ബഫല്ലോ, ഇതാ കാട്ടുപോത്ത്. എന്താണെന്ന് അവൻ്റെ സൈസ് നോക്കി, 2 കാട്ടുപോത്തുകൾ. എന്തായാലും നമ്മുടെ പ്രതീക്ഷകൾ തെറ്റിയില്ല. അപ്പോൾ ഇനിയും ഇവിടെ കാണാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. അതാ ഇനിയുണ്ട്, ഇതാ ഇവിടെ നിൽക്കുന്നു കേട്ടോ. ഇതാ ഇവിടെ ഒരു 2-3 എണ്ണം നല്ല വലുത് നിൽക്കുന്നുണ്ട്. എന്തായാലും ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് നമ്മൾ വൈൽഡ് ബഫലോനെ ഞാൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട്. കാരണം പറയണ്ടല്ലോ, വൈൽഡ് ബഫലോ എന്ന് പറഞ്ഞാൽ ആന ഇടഞ്ഞാൽ അതിനേക്കാളും ഡേഞ്ചറാണ് ഈ കാട്ടുപോത്ത് ഇടഞ്ഞാൽ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
എന്തായാലും ആ പുൽമേടിന് ശേഷം ഞങ്ങൾ വീണ്ടും 2 സൈഡും നിറയെ മരങ്ങളും ആയിട്ടുള്ള ചെറിയ വഴിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഇതുപോലുള്ള വൈൽഡ് ആനിമൽസിനെ കാണാൻ സാധിക്കുമോയെന്നറിയില്ല. എന്തായാലും നമുക്ക് വൈൽഡ് ബഫലോനെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പം ഇനി എന്തൊക്കെ നമുക്ക് നമ്മുടെ മുന്നിൽ ഈ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ പൈൻ മരങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാവ്, നോക്കൂ, ഇനി അങ്ങോട്ട് ഒരു സൈഡിൽ നിറയെ പൈൻ മരങ്ങളാണെന്ന് തോന്നുന്നു. എന്താ പറയാന്നറിയില്ല, മരത്തിനെ പൈൻ മരമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അറിയാവുന്നവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇതാ കുറേ വാവ്, അങ്ങോട്ട് പോകും തോറും പൈൻ മരങ്ങൾ, ഒരു സൈഡിൽ മാത്രമായിട്ട് പൈൻ മരങ്ങൾ ഒരുപാടുണ്ട്. വേറെ ഒരു മരങ്ങൾ കാണാൻ അവിടെ സാധിക്കുന്നില്ല. നല്ല ഹൈറ്റിൽ പോയിട്ട് ആണ് നമ്മുടെ ഈ പൈൻ മരങ്ങൾ നിൽക്കുന്നത് കേട്ടോ. ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഒരു സൈഡിലുണ്ടായിരുന്ന പൈൻ മരങ്ങൾ ഇപ്പം റോഡിൻ്റെ 2 സൈഡിലും നിറയെ പൈൻ മരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. വളരെ മനോഹരമായിട്ടുണ്ട്. ഒരേ വലിപ്പത്തിലുള്ള പൈൻ മരങ്ങൾ 2 സൈഡിലും നിറയെ വളരെ മനോഹരമായിട്ടുണ്ട് കാണാനായിട്ട്. ഇപ്പം നമുക്ക് മുമ്പോട്ട് പോകും തോറും പൈൻ മരങ്ങൾ കുറഞ്ഞു വരികയാണ് ഗൈസ്. പൈൻ മരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ്, അപ്പോൾ കുറേ നേരത്തെ നമ്മുടെ യാത്രയ്ക്ക് ശേഷം ഫൈനലി നമ്മളിതാ വട്ടവട എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വണ്ടികളും ചെറിയ ചെറിയ റിസോർട്ടുകളുടെ പണിയും നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ചെടികളുടെ ഒരു ഫാം, അങ്ങനെയുള്ള ബോർഡുകളും മറ്റും നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വട്ടവട എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതാ ഇവിടെയും കുറച്ച് പൈൻ മരങ്ങൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ വട്ടവട എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സൈഡിൽ, വലത്തെ സൈഡിൽ ചെറിയ റിസോർട്ട് എന്തോ പണിയുന്നുണ്ട്. അതുപോലെ തന്നെ പൈൻ മരങ്ങൾ വെട്ടി അവിടെ വേറെ വലിയ വണ്ടിയിൽ കയറ്റുന്നുണ്ട്. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താ പറയുക, അവിടെ തീ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ഈ പൈൻ മരങ്ങളുടെ തൊലിയാണ്. അവിടെ സൈഡിൽ കുറേ പൈൻ മരങ്ങളുടെ
തൊലിയാണെന്ന് തോന്നുന്നു സൈഡിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയ റിസോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വീടാണോ എന്ന് നമുക്കറിയില്ല. ഇതാ വട്ടവടയ്ക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ആ മലയുടെ ചെരുവുകളിലായിട്ട് കൃഷി സ്റ്റെപ്പായിട്ട് കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനത് നിർത്തിയിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ വണ്ടിയുടെ ഉള്ളിലിരുന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നോ എന്നറിയില്ല. എന്തായാലും നമുക്ക് വണ്ടി ഒരു സൈഡാക്കിയതിന് ശേഷം ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കൃഷി ചെയ്യുന്ന ഭാഗം ഞാൻ കാണിച്ചു തരാം. എന്തായാലും വട്ടവട എത്തുന്നതിന് മുമ്പായിട്ട് റോഡ് സൈഡിൽ നിന്നുകൊണ്ട് എന്തോ ഏജൻറ്റുമാർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. എന്താണ് കൃഷി ഫാം, അതുപോലെ സ്ട്രോബെറി ഫാം, അതുപോലെ എന്താ പറയുക ഗാർഡൻ എന്നൊക്കെ. എന്തായാലും നമുക്ക് വേറെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇവിടെ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് നമുക്ക് ഈ റൂട്ടിൽ കാണാൻ സാധിക്കും കേട്ടോ. ഹലോ, അങ്ങനെ മക്കളെ നമ്മളിതേ വട്ടവട എത്തണം. വട്ടവട ജസ്റ്റ് 1 കിലോമീറ്ററും കൂടി ഉള്ളൂ കേട്ടോ. ആ വട്ടവട എത്തണേക്കാൾ മുമ്പുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. വ്യൂ പോയിൻ്റ് അല്ല, താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഉള്ളൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ നിന്ന് ഞാൻ എടുക്കുന്നതാണ്. നല്ല അവിടെ അതേ കൃഷി ചെയ്യുന്നുണ്ട്. എന്തോ ക്യാരറ്റ് ആണെന്ന് തോന്നുന്നു. ക്യാരറ്റ്, ക്യാബേജ് അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങും കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. വളരെ മനോഹരമാണ് വട്ടവട അല്ലേ. നമ്മുടെ സിനിമയിൽ ദുൽഖർ സൽമാൻ പറയണ പോലെ വട്ടവട. എനിക്ക് ഈ വട്ടവട കാണുമ്പോൾ ആ സിനിമയും അവൻ്റെ ആ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. വട്ടവട ജസ്റ്റ് 150 കിലോമീറ്റർ അങ്ങനെ എന്തോ ഒരു ഡയലോഗ്. എന്താണെന്ന് നോക്കല്ലേ. വട്ടവട അതേ കുറച്ചും കൂടെ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കുറേ വീട് വട്ടവട സെൻറ്ററാണ്. ഇത് വട്ടവട സെൻറ്ററിൽ നിന്ന് കുറച്ച് ഒരു 1.5 കിലോമീറ്റർ എത്തണേക്കാൾ മുമ്പ് 1.5 കിലോമീറ്റർ ഇപ്പുറത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. നോക്കൂ ഗൈസ്. ആഹാ. അപ്പം മക്കളെ ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്കിതാ ഈ വഴിക്ക് കയറി പോകണം. ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ കാണുന്ന സ്റ്റെപ്പിൽ കൂടെ നമുക്ക് കയറി പോകണം. ഇവിടെ ഈ സ്റ്റെപ്പിൽ കൂടെ കയറി പോയാലാണ് നമ്മുടെ റിസോർട്ടുള്ളത്. അപ്പോൾ നമുക്ക് കയറി പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇവിടുന്ന് എന്തോരം പോകണമെന്ന് അറിയില്ല കേട്ടോ. അയ്യോ, ഇത് ഒരു ചെറിയ വെള്ളം പൂന്നൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അമ്മേ യാ മക്കളെ, ഫൈനലി ഇതാ നമ്മൾ പറഞ്ഞ റിസോർട്ടിലേക്ക് എത്തിയിരിക്കണ്ട. ഇതാണ് നമ്മുടെ റിസോർട്ട്. അത് നമ്മുടെ റിസോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിചയത്തിലുള്ള റിസോർട്ടാണ്. മാമൻ്റെ പരിചയത്തിലുള്ള റിസോർട്ടാണ്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ബാക്കിൽ ഒരു മലയാണ്. ഇതാ കോട്ടയൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൃഷിയൊക്കെ ചെയ്തെന്തോ കൃഷിയൊക്കെ ഉണ്ട്. എന്താണ് കൃഷി എന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ കൊത്തമരയാണോ ബീൻസാണോ? കൊത്തമര. എന്നാൽ ബീൻസ് വണ്ണത്തിലുള്ളതുണ്ട്, കൊത്തമര പോലത്തെ ഉണ്ട്. അപ്പോൾ ഇവിടെ കൊത്തമര, പയർ അങ്ങനെ സംഭവങ്ങൾ മൊത്തം കൃഷി ചെയ്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് റിസോർട്ടിലേക്ക് പോവാം. ഓക്കെ. നല്ല സൈലൻ്റ് ഏരിയ ഉണ്ടോ. അപ്പോൾ നമ്മൾ രാത്രി നിന്ന് ഇവിടെ അടിച്ച് പൊളിക്കും. കാരണം ഒരു ശല്യമില്ല. ഒരു അട്ടനക്കോ ഇപ്പോൾ ഇതേ ഇവിടെ 2 പശുക്കളൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആണെങ്കിൽ നമുക്ക് വൈകിട്ട് ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കാം. അടിപൊളി.
എൻ്റെ അമ്മ ഇതെവിടെ നമുക്ക് 2 കൂട്ടുകാരുണ്ട്. ഇതെവിടെ രാത്രി ഇതെന്താണിത്? അയ്യോ പൂട്ടിയിട്ടില്ല, പോട്ടെ ഭഗവാനേ, പൂട്ടിയിട്ടില്ല. അതെ നമ്മുടെ കൂട്ടുകാരൻ നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് എത്താണ്. ഓക്കെ. അയ്യോ അതേ നമ്മുടെ റിസോർട്ട്. അയ്യോ അവരവിടേക്ക് പോയാവോ? നമുക്ക് മുകളിലേക്ക് പോകണം. നമുക്ക് അപ്സ്റ്റെയർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്സ്റ്റെയറിലേക്ക് പോകാം. അമ്മ അയ്യോ വീഴാവോ? വാ അപ്പോൾ നമ്മൾ നമ്മുടെ അപ്സ്റ്റെയറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏതാണ് നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ഇതിൽ അപ്സ്റ്റെയറിൽ മുകളിൽ കൂടാരൊക്കെ ഉണ്ട്, നമുക്ക് താമസിക്കാം. ഇതാ അവിടെ ഒരു കൂടാരം. പിന്നെ ഇതിൽ കൂടെ വേണമെങ്കിൽ വീണ്ടും നമുക്ക് താഴേക്ക് ഇറങ്ങി പോവാം. പിന്നെ ഇതാ അപ്സ്റ്റെയർ വേറെ റൂം കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത റൂം കേട്ടോ. നല്ല അടിപൊളി, കിടക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. നമ്മുടെ റൂമിൽ നിന്ന് ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ മലയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ മക്കളെ എത്രയേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തെ പരിപാടികളാണ്. അപ്പം രാത്രിയിലെ പരിപാടികൾ നമുക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. നമ്മളൊരു 4 മണി 5 മണി സമയമായപ്പോഴേക്കും നമ്മൾ വട്ടവട നമ്മുടെ റിസോർട്ടിലെത്തി. അപ്പോൾ വട്ടവട നമ്മൾ താമസിക്കുന്നത് ഒറിജിൻ സോയിൽ എന്ന് പറയുന്ന റിസോർട്ടിലാണ്. ഇതാണ് നമ്മുടെ റിസോർട്ട്. അപ്പോൾ നമ്മുടെ ഇത്രയും വരെയുള്ള നമ്മുടെ കാഴ്ചകളും മറ്റും ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇതിൻ്റെ കണ്ടിന്യൂ വീഡിയോ ബാക്കി വരുന്നതാണ്. അപ്പോൾ ബൈ.